ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നേഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പം ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? ഇല്ല, കാണത്തില്ല. അത് ഒമ്മന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണത്തില്ല. ഓപ്പറേഷൻ നടത്തി 20 വർഷം മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് വേദന അല്ല. മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലും ഓപ്പറേഷൻ 20 വർഷം മുമ്പെന്നായിരുന്നു. പക്ഷെ 20 വർഷം മുമ്പല്ല, 30 അനങ്ങാതിരിക്കുക, ഇത് പാക്കും ഇരിക്കുക, ഇതും ഇരിക്കാം. പിന്നെ വേറെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന്, അതിന്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡായിരുന്നു. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കോവിഡ് ഗർഭിണികൾ പ്രൈവറ്റ് ആശുപത്രിക്കാരൊന്നും എടുക്കുന്നില്ല, എല്ലാം ഞങ്ങളല്ലേ. ദൂരം കോവിഡ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഒത്തിരി നമ്മളന്ന് ഫുൾ അതിലായിരുന്നു. അപ്പം നമ്മൾ ഈ ബാക്കി ഇലക്റ്റീവ് സർജറിയൊക്കെ ഒരുപാട് കുറച്ചായിരുന്നു. പക്ഷെ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ് 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി ചെയ്ത് 15-ന്, അത് ഇന്നലെ അവർ TV പറഞ്ഞതാണ്, 15-ന് വിട്ടു. എനിക്ക് ഓർമ്മയില്ല, 3 ദിവസം കൊണ്ട് അവരെ വിട്ടു എന്ന് അവർ പറഞ്ഞു ഇന്നലെ. അപ്പൊ അത്രയും സിൻസിയറായിട്ടും കാര്യമായിട്ടും അവർ അന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ആരെയും കാണില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ലതാംബിക സംസാരിക്കുകയായിരുന്നു. അവരവിടെ യൂണിറ്റ് ചീഫായിരുന്നു. 5 കൊല്ലം മുമ്പ് ഗൈനക്കോളജി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, യൂണിറ്റ് ചീഫായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തൻ്റെ പേര് പറയുകയാണ് എന്ന് ഡോക്ടർ ലത പറയുന്നത്. അവരല്ല ഈ ശസ്ത്രക്രിയ ചെയ്തത്. ചിലപ്പോൾ ഇവർക്ക് മുമ്പ് 20 കൊല്ലത്തിന് മുമ്പാണെങ്കിലും ഒരു ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അന്നാണ് ഇത് സംഭവിച്ചെങ്കിലോ. എന്തായാലും കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിലെ ശസ്ത്രക്രിയയിൽ താനല്ല ചെയ്തത് എന്ന് ഡോക്ടർ ലളിതാംബിക വാർത്താലേഖകരോട് അല്പം മുമ്പ് പറഞ്ഞു. അതിൻ്റെ തത്സമയമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ വാർത്താലേഖകരോട് സംസാരിക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. ഫ്ലോർ നേഴ്സ് ഇങ്ങനെ വേണം നിർബന്ധമായിട്ടെന്ന് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്യപ്പോൾ എനിക്ക് എല്ലാ കേസിലും ഫ്ലോർ നേഴ്സ് ഉണ്ട്. ആ ഫ്ലോർ നേഴ്സ് ആദ്യമേ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വയറ് തുറക്കുന്നതിന് മുമ്പ് ഇത്ര മസ്കിറ്റോ ഉണ്ട്, ഇത്ര ബാക്കി ആർട്ടറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം നമ്പർ എഴുതിയിടും. ഇവിടെ ഈ ചെറിയ പ്രോവിഡൻസ് ആശുപത്രി പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഫ്ലോർ സിസ്റ്റർ എഴുതിയിട്ടുന്നത് അടയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്യും. ആ എണ്ണവും നമുക്കുള്ള ഇൻസ്ട്രുമെന്റും. അങ്ങനെ ഒരു സിസ്റ്റം ഗവൺമെന്റ് ആശുപത്രിയിൽ പണ്ട് തൊട്ടേ ഇല്ല. ഞാൻ 38 കൊല്ലം ജോലി ചെയ്യാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് തന്നെ പറയാം. അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല. ആ സ്റ്റാഫ് എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്തതല്ല. ഒന്ന് പേര് വെളിയിൽ വരുന്നവരെ നിങ്ങൾ ക്ഷമിക്കും. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്താന്ന് വെച്ചാല് കോവിഡ് ആയിരുന്നല്ലോ. ഞാൻ ഈ കോവിഡിന്റെ പുറകെ ആയിരുന്നു ഫുൾ. കോവിഡിന്റെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അന്നുണ്ടല്ലോ. എപ്പോഴും മീറ്റിംഗ്, റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ അന്നുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ആ സമയം തിയേറ്ററിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കേസുകൾ ചിലപ്പം ആളില്ലാത്തപ്പോഴൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ 3.5 കിലോ ആണ് ഞാൻ ഓർത്തേനെ. ഡോക്ടർ, ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി, ഡോക്ടർ സർജറി ചെയ്തില്ലെങ്കിൽ ഡോക്ടർ അവിടുത്തെ ചീഫ് ആയിരുന്നു. അത് നമുക്ക് ഓരോ സർജറി അപ്പൊ ഡോക്ടറുടെ പേരായിരിക്കും സ്വാഭാവികമായിട്ട് രേഖകളിൽ വരിക. അല്ല, സർജറി രജിസ്റ്ററിൽ ചെയ്ത ആളുടെ പേര്, കേസ് ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും. പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് പറയൂ ആരാ ചെയ്തേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ. എന്റെ അറിവിലില്ല എന്നാണ്. ഇനിയിപ്പോൾ ഇന്നാളത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നേ പിന്നെ എല്ലായിടവും വന്ന് കാണും ചിലപ്പോൾ, എനിക്ക് അറിഞ്ഞോളൂ. ഞാനുള്ളപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോർ നേഴ്സ് എഴുതിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനെ നോക്കും, ഇത്ര എണ്ണം ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പെശക് വന്നു പോയാൽ അത് പെശകാണ്.
കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്തോ 3.5 കിലോ. അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷെ എടോ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.